ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുഞ്ഞക്കാസ് വ്ളോഗ്സ്. ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വ്ളോഗാണ് ഒരു ഹോസ്പിറ്റൽ വ്ളോഗാണ്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. നിങ്ങളുടെ കണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നെബുലൈസേഷൻ ഉണ്ടായിരുന്നു 3 ദിവസം. അപ്പം ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് നെബുലൈസേഷൻ്റെ. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ദിവസം 3 പ്രാവശ്യം വെച്ചിട്ടാണ്. 3 ദിവസം 3 പ്രാവശ്യം വെച്ചിട്ടാണ് നെബുലൈസേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പം ഞാൻ 1 കഴിഞ്ഞു. ഇനി 20 മിനിറ്റ് കഴിയുമ്പോൾ അടുത്തുന്നുണ്ട്. പിന്നെ 20 മിനിറ്റ് കഴിയുമ്പോൾ അടുത്തുണ്ട്. അങ്ങനെയാണ് എനിക്ക് പറഞ്ഞേക്കണം. അപ്പം ഉമ്മി അവിടെ ഇട്ടുണ്ട് കേട്ടോ. ഉമ്മി വരണം. സമയം 5:40. അത് ഉമ്മയാണ് വന്നിട്ടൊക്കെ പോകുന്നത്. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം 20 എനിക്കിപ്പോൾ ഇന്ന് മിനിഞ്ഞാന്നുണ്ടായിരുന്നു. ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെബുലൈസേഷൻ 1 എടുത്ത് കഴിയുമ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോൾ അടുത്തത്, പിന്നെയും 20 മിനിറ്റ് കഴിയുമ്പോൾ പറയുമ്പോൾ ചിരി വരും. Oke. Guys, നെബുലൈസേഷൻ 3 ദിവസമാണ്. 3 ദിവസം വെച്ചാൽ 3 ദിവസം 3 വെച്ചാൽ ഇപ്പം ഇന്ന് ഞാൻ എൻ്റെ ഒരു നെബുലൈസേഷൻ കഴിഞ്ഞു. ഒരെണ്ണം കഴിഞ്ഞു. ഇനി 20 മിനിറ്റ് കഴിയുമ്പോൾ അടുത്തൊരെണ്ണം, പിന്നെ 20 മിനിറ്റ് കഴിയുമ്പോൾ അടുത്തൊരെണ്ണം. ഓരോന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ ഹോസ്പിറ്റലാണ്. ഒത്തിരി സംസാരിക്കാൻ പറ്റില്ലല്ലോ. കൂടെ പയ്യെ സംസാരിക്കണം കേട്ടോ. ഞാൻ അതുകൊണ്ട് പയ്യെ പറയണയാവണം. ജസ്റ്റ് നമ്മൾ മനസ്സിലായെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഹോസ്പിറ്റലായിട്ട് എനിക്ക് ഒത്തിരി കാര്യക്ക് പോകാൻ പറ്റില്ല ഗായ്സ്. ഒന്നത് ചുമയും കൂടെ. അപ്പം ഡോക്ടറിനോട് 3 ദിവസം നെബുലൈസേഷൻ ചെയ്യാൻ പറഞ്ഞു. ഇപ്പം എൻ്റെ ഒരെണ്ണം കഴിഞ്ഞു. അങ്ങനെ 3 ദിവസമായിരുന്നു. ഇന്ന് ലാസ്റ്റ് ഡേറ്റാണ്. ഇന്നായിരുന്നു ഒരെണ്ണം ചെയ്യേണ്ടത്. പോട്ടെ. ഇന്നിപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു. ഇനി ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ അടുത്തത്, പിന്നെ 20 മിനിറ്റ് കഴിയുമ്പോൾ അടുത്തത്. അപ്പോൾ അങ്ങനെ 3 എണ്ണം തീർന്നു കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പറ്റും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഉമ്മച്ചിട്ട് പോകണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിടക്കുക. ഉമ്മച്ചി നിൽപ്പണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ വെളിയിലേക്ക് ഞാൻ ഇവിടെ നിൽപ്പണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, വെളിയിലേക്ക് ഞാൻ മിനിഞ്ഞാന്ന് വരെ പോയിട്ട് വന്നപ്പോൾ വെളിയിലേക്ക് പോയിട്ട് ശരിയാണെന്ന് വിചാരിച്ചു. ഇവിടെ തന്നെ ഇരിക്കുക. ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. ഞാനുമായിട്ട് അത് കഴിഞ്ഞ വ്ളോഗ് എടുത്ത് നിൽക്കണം. ഇന്നത്തെ വ്ളോഗ് ഒരു ഹോസ്പിറ്റൽ വ്ളോഗാണ്. പറയാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയില്ല. ഞാനാദ്യം ഇപ്പം എനിക്കിപ്പം 20 മിനിറ്റ് കഴിയുമ്പോൾ 2 പ്രാവശ്യം കൂടി ചെയ്യാണ്ട്. ഇതിപ്പോൾ ഒന്നാമത്തെ ചെയ്ത് കഴിഞ്ഞ് 1 20 മിനിറ്റ് കഴിയുമ്പോൾ ഉറക്കം പഠിച്ചണം. ആദ്യം 20 മിനിറ്റ് കൊണ്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ട് ഡോക്ടറെ ഞാൻ ചീട്ടെടുത്തിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞ വെള്ളിയാഴ്ച വരുമ്പോഴത്തേനും നെബുലൈസേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടറിനെ കണ്ടിട്ട് പോയാൽ പോകും. ഇപ്പോൾ എൻ്റെ നെബുലൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 എണ്ണം കൂടെ ഉണ്ട്. അതുകൊണ്ട് കഴിയുമ്പോൾ എനിക്ക് ഡോക്ടറിനെ കാണണം. ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയണമെന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റുമെന്നാണ് അറിഞ്ഞേക്കണേ. ഇനി വിളിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടുള്ളതുകൊണ്ട് നെബുലൈസേഷൻ. ഹായ്, അനീസ. ഗൈസ്, എൻ്റെ കൂടെ പഴയ പഠിച്ചൊരു കൂട്ടാണ് കേട്ടോ. അവൾ മറന്നു കഴിഞ്ഞു. എന്ത് ചെയ്തു ഞാൻ ഇന്നത്തെ വ്ളോഗ്. എൻ്റെ ഉമ്മച്ചി വിടില്ല. ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കാം. എന്തായാലും ഇവിടെ ഉമ്മച്ചി വെളിയിലേക്കാണ്. ഉമ്മച്ചി അവിടെ ഉണ്ട് ഗൈസ്. ഞാൻ അവിടെ ചുമ്മാ ഇവിടെ ഞാനിപ്പോൾ ഉമ്മ ചുമ്മാ കിടക്കും കേട്ടോ. ഇവിടെ ചുമ്മാ കിടക്കാണ്. ഇപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. ഇവിടെ ചുമ്മാ ഇരിക്കുകയാണ് കേട്ടോ.
പുതിയ വ്ളോഗാണിത്. ഈ വ്ളോഗിലേക്കുള്ള അപ്പം വേദം പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പം അടുത്ത നെബുലൈസേഷൻ വരുമ്പോൾ കാണിച്ചത്. ഓക്കെ, ബൈ. ഗായ്സ്, ഇന്നേക്ക് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു നെബുലൈസേഷനും കൂടെ എടുത്താലെന്ന് പറഞ്ഞു, 2 എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇൻഹേലർ വലിക്കാനൊന്നും വലിച്ചില്ലായിരുന്നു, അതാണ് കൂടുതലെന്നാണ് പറഞ്ഞത്. അപ്പം ഈ നെബുലൈസേഷൻ ഒറ്റൊരെണ്ണം എടുക്കാൻ എടുക്കാൻ തീരില്ല. നെബുലൈസേഷൻ അങ്ങനെയുള്ള മരുന്നെടുക്കാൻ വേണ്ടി പോയിട്ടുള്ളൂ. അപ്പോൾ പോയിട്ട് ഒന്നും അത് കൊടുത്തില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർ വരുമ്പം ബാക്കിയുള്ളത് പറഞ്ഞു ഒന്നുമില്ല. ഒന്നാമത്തെ നെബുലൈസേഷൻ പഠിക്കുന്നതാണ് പുറത്തായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കി പുറത്തുപോയി രണ്ടാമത്തെ മൂന്നാമത്തെ നെബുലൈസേഷൻ എടുക്കണം. നന്ദി പിടിച്ചാൽ ഞാൻ പറയാം. അപ്പോൾ ഗായ്സ്, ഇന്ന് എനിക്ക് ഡോക്ടറിനെ നമുക്ക് ഡോക്ടർ ഒരെണ്ണം എടുക്കാനില്ല. അപ്പോൾ ഇന്ന് ഇനി ഒരെണ്ണം കൂടെ എടുക്കുന്നുള്ളൂ. ഇപ്പം അമ്മച്ചിയാണ് മാസ്ക് എടുത്ത് വിട്ടത്. എന്നാൽ മാസ്ക് കൊടുത്തിട്ടാണ്. അപ്പം മാസ്ക് എടുത്തിട്ടില്ല, മാസ്ക് ചെയ്തു. അപ്പോൾ അവരാണ് മരുന്നും ചെയ്ത് കൊണ്ടുവരപ്പോൾ ഞങ്ങൾക്ക് ഹെൽപ്പ്. അപ്പം ആ വ്ളോഗ് അടുത്തതിന് ഇപ്പോൾ തന്നെ കാണിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ എന്നെ കൊളവാക്കി. യൂട്യൂബ് ഉണ്ടാക്കണതാ. സബ്സ്ക്രൈബർ ഉണ്ടോ? 30. അപ്പം അടിച്ചോണ്ടിരിക്കണ്ട. മതിയാ, ഇനി കഴിഞ്ഞിട്ടുള്ള എടുക്കാൻ. കട്ടെ അത് ശീലമാണ്.